തിരുമംഗലത്ത് നിന്ന് ചിരട്ടയെടുത്തതുപോലെ എന്ന ഒരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പറഞ്ഞുകേട്ട കാര്യമാണ്. പുറത്തോത്ത് എന്ന വഴിപാടിന് തേങ്ങ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ഇവിടെ. ഇങ്ങനെ വരുന്ന ചിരട്ട ഇവിടെ കൂട്ടിയിടാറാണ് പതിവ്. ചിരട്ടക്കൈയിലുണ്ടാക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വന്ന് അനുവാദമില്ലാതെ കുറെ ചിരട്ട ചാക്കിലാക്കി എടുത്തു. പിന്നീട് അവർക്ക് പുറത്തേക്കുള്ള വഴി തിരിച്ചറിയാനാവാതെ ഈ വള്ളിക്കെട്ടിനുള്ളിൽ വട്ടം കറങ്ങുകയായിരുന്നു. കുറേ നേരത്തിന് ശേഷം ഈ കാഴ്ച കണ്ട ഒരാൾ അവരോട് ചിരട്ട അവിടെ ഇട്ടിട്ട് പുറത്തേക്കിറങ്ങാൻ പറഞ്ഞു അത്രേ. ചിരട്ട താഴേക്കിട്ടപ്പോൾ അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു കണ്ടു. കണ്ണൂർ ജില്ലയിലെ പാതിരിയാടാണ് അതിപ്രശസ്തമായ ഈ കുട്ടിച്ചാത്തൻ ക്ഷേത്രം. ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഇവിടെ തെയ്യം കെട്ടിയാടുന്നത്. ആദ്യത്തേത് വിഷുവിന് 2 ദിവസം മുൻപും രണ്ടാമത്തേത് വിഷുവിന് ശേഷവും. തെയ്യക്കാലത്ത് കലാകാരന്മാരുടെ ഊണും ഉറക്കവും എല്ലാം തെയ്യപ്പറമ്പിലാണ്. തെയ്യം കലാകാരന്മാരിലെ കുലപതിയാണ് കുടയും പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അളവറ്റ ശക്തി സ്രോതസ്സിന്റെ അണമുറിയാത്ത പ്രവാഹമാണ് തിരുമംഗലം കുട്ടിച്ചാത്തൻ ക്ഷേത്രം. തെയ്യച്ചമയങ്ങളുടെ ആടയാഭരണങ്ങൾ കാണാൻ തന്നെ നല്ല ചന്തമാണ്. മുടിയഴിച്ച ശേഷം തിരുമുറ്റം വൃത്തിയാക്കലാണ് ഈ കാണുന്നത്. തിരുമുറ്റത്ത് ഇനി 5 കുട്ടിച്ചാത്തന്മാരുടെ മുടിയേറ്റമാണ് നടക്കാനിരിക്കുന്നത്. ഉഗ്ര ഗോപിയാണ് കുട്ടിച്ചാത്തൻ, അതുപോലെ ക്ഷിപ്ര പ്രസാദിയും. തിരുമംഗലത്തെ കുട്ടിച്ചാത്തനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇവിടെ നടക്കുന്ന വഴിപാട് തെയ്യങ്ങളുടെ ബാഹുല്യം അതുതന്നെയാണ് കാണിക്കുന്നത്.